അപ്പൊ ഹായ് ഓൾ. ഇത് എന്താണ് നമ്മുടെ ഓറിയന്റേഷൻ 10.0യുടെ ലാസ്റ്റ് സെഷൻ 13 റാപ്പപ്പ് സെഷനിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിപ്പോ ഈ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടി നമ്മൾ പല സെക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓറിയന്റേഷൻ പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ സെഷൻ ഇനാഗുറേഷൻ തൊട്ട് നമ്മളിപ്പോ ലാസ്റ്റ് നമ്മുടെ റാപ്പപ്പ് സെക്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പം റാപ്പപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സെക്ഷൻസിന്റെ ഒരു ഓവർവ്യൂ, അതേപോലെ തന്നെ ഇനി അതിന്റെ ഒരു വീഡിയോ, നിങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയിട്ടുള്ളതിന്റെ ഒരു മൊത്തത്തോടു കൂടിയുള്ള ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ ഇതുവരെ ഉള്ള എല്ലാ സെക്ഷൻസിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത, അതേപോലെ തന്നെ നമ്മുടെ ആക്ഷൻ ടാസ്ക് ഒക്കെ ഒരുവിധം കറക്റ്റ് ആയിട്ട് ചെയ്ത് എല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുള്ള കുറച്ച് വിന്നേഴ്സിനെ നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഇതുവരെയുള്ള സെക്ഷൻസിന്റെ എല്ലാം ഒരു ഫീഡ്ബാക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ റാപ്പപ്പ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഒരു ഓറിയന്റേഷന്റെ എൻഡാണ്. ഒരു എൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ജസ്റ്റ് നമ്മുടെ ഒരു ഓറിയന്റേഷന്റെ മാത്രമാണ്. ഇവിടുന്ന് നമ്മൾ നമ്മുടെ അക്കാഡമിക് ജേർണി എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. ഇനിയിപ്പോ നമ്മുടെ ടൈം ടേബിൾ ഫോർമാറ്റിൽ നമ്മുടെ ലൈവ് സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിനി ഒരു ബിസി ഷെഡ്യൂളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് വരെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഒരു ജസ്റ്റ് നിങ്ങളൊരു അക്കാഡമിക്കിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട A to Z കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഈ ഒരു റാപ്പപ്പോട് കൂടി നമ്മുടെ ആ ഒരു കാര്യങ്ങൾ തീരും. ഇനി നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ നിങ്ങളുടെ LSC അവരും പിന്നെ നിങ്ങളുടെ അക്കാഡമിക് ജേർണി ആയിട്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, പോകുന്നുണ്ടാവാം. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാം കൂടെ ഉള്ള ഒരു, നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒത്തുകൂടാവുന്ന ഒരു മേ ബി ലാസ്റ്റ് സെക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ റാപ്പപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റാപ്പപ്പ് സെക്ഷനിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്റർ ആയിട്ടുള്ള ലോജിഷ മാമും സൈക്കോളജിയിലെ മെന്റേഴ്സ് ആയിട്ടുള്ള നൂറ മാമും നസ്രി മാമും ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിയാലോ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന്, നമ്മുടെ ഈ ഒരു 10.0 ഓറിയന്റേഷൻ 10.0യുടെ മൊത്തം ഒരു ജേർണി എങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാല്, ചിലവര് ഒന്നോ രണ്ടോ സെക്ഷൻസ് കയറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവരും എല്ലാ സെക്ഷൻസും കയറിയിട്ടുണ്ടാവില്ല. അപ്പം ആ കയറാത്തവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുവരെ കടന്നിട്ടുള്ള എത്ര സെക്ഷൻസ് ആണെന്നുള്ളത് ഒരു ഓവറോള് പറയുന്ന നമ്മളിവിടെ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ഒരു റാപ്പപ്പ് വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ട നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, ചിലപ്പോൾ അറിയാത്ത ഓരോ കാര്യങ്ങൾ നമ്മുടെ ഓരോ സെക്ഷൻ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ. അപ്പം കുറെയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ ഇവിടെ മേടിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫൈനൽ അസസ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫൈനൽ താങ്ക് യു. നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഇത്രയും ദിവസം കൂടെ നടന്നു വന്നു നമുക്ക് ടൈം തന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു നോട്ടോടുകൂടി നമ്മുടെ ഈ റാപ്പപ്പ് എൻഡ് ചെയ്യും. ഓക്കെ. ഇനി നമ്മുടെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഓറിയന്റേഷൻ 10.0യുടെ ജേർണിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ 1 ഇനാഗുറേഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ എല്ലാവരും കേറിയിട്ടുണ്ടാവും. ഇതില് ഒരാൾ പോലും മിസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പം ഇനാഗുറേഷനിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ നല്ലൊരു ഗ്രാൻഡ് ആയിട്ടായിരുന്നു നമ്മുടെ ഇനാഗുറേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു. അത് ഓരോരോ ബാച്ചസ് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഐസ് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഒരു ഐസിനെ ബ്രേക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളതെല്ലാം ഒരു ഗെയിമോട് കൂടിയും ഫൺ എലമെന്റ് ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ സെക്ഷൻ 2 ഐസ് ബ്രേക്കിംഗ് കണ്ടക്ട് ചെയ്തിരുന്നത്. ദെൻ സെക്ഷൻ 3 എന്ന് പറയുന്നത് ഇഗ്നു ഡീപ് ഡ്രൈവ് ആയിരുന്നു. നമ്മുടെ റഹി സാർ മൊത്തം നമ്മുടെ ഇഗ്നുവിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു തരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 3 ഇഗ്നു ഡീപ് ഡ്രൈവ് എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 4 സബ്ജക്ട് ഡീകോഡിംഗ് ആയിരുന്നു. അതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മുടെ ഈ ഒരു ജേർണിയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ അസൈൻമെന്റിനെ കുറിച്ചിട്ട് നമ്മുടെ
എന്താണ് ഇഗ്നുവിന്റെ എക്സാമിനെ കുറിച്ചിട്ട് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ സെക്ഷൻ 4-നകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ ഏറ്റവും മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് അസൈൻമെന്റിന്റെ പോലെ തന്നെ മെയിൻ ടാസ്ക് ആയിട്ടുള്ള നമ്മുടെ ടൈം ടേബിളും നമ്മുടെ സെക്ഷൻ 4-നകത്തായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, എന്താ റോൾ ഔട്ട് ചെയ്തിരുന്നത്. ദെൻ സെക്ഷൻ 5 എന്ന് പറയുന്നത് ലേൺ വൈസ് എക്കോസിസ്റ്റം ആയിരുന്നു. നമ്മുടെ ലേൺ വൈസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലേൺ വൈസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ലേൺ വൈസിന്റെ ജേർണിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് സെക്ഷൻ 5-നകത്ത് പറഞ്ഞിരുന്നു. നമ്മുടെ എന്താണ് വാട്സപ്പ് ചാനൽസും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അല്ലെങ്കിൽ നമ്മുടെ ആപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ആപ്പിനകത്തുള്ളതും ഡീറ്റെയിലും എല്ലാം നമ്മൾ എന്ത് ചെയ്തിരുന്നു സെക്ഷൻ 5-നകത്ത് നോക്കിയിരുന്നു. ദെൻ സെക്ഷൻ 6 എന്ന് പറയുന്നത് സ്മാർട്ട് ഗോൾസ് ആൻഡ് എന്താണ് ഹാബിറ്റ് ക്ലീനിങ്. നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഗോൾസ്, നമ്മൾ ഇനി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്കിനി എന്തൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് നേടിയെത്താൻ പറ്റുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രയത്നിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഒരു ഹാബിറ്റ് ക്ലീനിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 6 എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 7 എന്ന് പറയുന്നത് അലുമിനി ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇത് കഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു 20+ നമ്മുടെ അലൂമിനീസ് വന്നിട്ട് അവരുടെ ഒരു ലൈഫ് ജേർണി അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ജേർണി, ലേൺ വൈസിന്റെ കൂടെ ഉള്ള ഒരു അക്കാഡമിക് ജേർണി അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളിലേക്ക് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അടുത്ത ഒരു സെക്ഷനിലോ അതിന്റെ അടുത്ത സെക്ഷനിലോ ഒക്കെ ആയിട്ട് എന്തായിരിക്കും, നിങ്ങളായിരിക്കും ഓരോരുത്തരായിരിക്കും ചിലപ്പം വന്നിട്ട് ആ സമയത്തുള്ള ഓറിയന്റേഷനിൽ എന്താണ് അലുമിനീസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവാം. അതേപോലെ നിങ്ങളെ എന്തൊക്കെ ഒരു ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാനായിട്ടും അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പഠിച്ചെന്നുള്ള മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു തരാനും അല്ലാതെ അവരുടെ ഫുൾ ജേർണി പറഞ്ഞു തരാനായിട്ട് എന്താണ് ഒരു അലുമിനി ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആയിരുന്നു നമ്മുടെ സെക്ഷൻ 7 എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 8 ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇപ്പം ഇതില് 100% ആൾക്കാർക്കും അല്ലെങ്കിൽ പോലും ഒരു 80-70% ആൾക്കാർക്കും എന്താണ് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ചെറിയ എന്താണ് ഒരു പേടി സ്വപ്നം ആയിരിക്കും അല്ലെ. അപ്പം ഇനി നമ്മൾ ഇപ്പോഴത്തല്ല, ഇനി നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു വർക്കിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു റിയൽ വേൾഡിലേക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരാളുടെ മുന്നിൽ നിൽക്കാം എന്നുള്ളതിന്റെ എന്താണ് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 8 ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 9 എന്ന് പറയുന്നത് കരിയർ പാത്ത്. ഇനി നിങ്ങൾ എന്താണ് പഠിച്ചു കഴിഞ്ഞ് ഇനി ഏത് കരിയർ ആണ് ചൂസ് ചെയ്യാന്നുള്ളത് ഡൗട്ട് ഉള്ളവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ മിക്കവരും. അപ്പം അവർക്ക് കറക്റ്റ് പാത്ത് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് എങ്ങനെ എന്താണ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിന്റെ ഒരു കരിയർ അഡ്വൈസ് തരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സ്കില്ലിങ് ചെയ്യുന്ന ഒരു എന്താണ് സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 9 കരിയർ പാത്ത് വേ എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 10 എന്ന് പറയുന്നത് മീറ്റ് ദ ലേൺ വൈസ് ടീം. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ലേൺ വൈസ് ടീമിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏതൊക്കെ എന്താണ് മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ലെവൽസ് ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നമ്മളിൽ റീച്ച് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെക്ഷൻ 10 നമ്മുടെ ലേൺ വൈസ് ടീം മീറ്റിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ സെക്ഷൻ 11 മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഇത് നല്ലൊരു സെക്ഷൻ ആയിരുന്നു, എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായ ഒരു സെക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ചിലവര് പഠിക്കുന്നവരായിരിക്കാം, ചിലവർ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുകയും വർക്ക് ചെയ്യുന്നവരല്ലെങ്കിൽ പോലും കുറെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പം അതെങ്ങനെ ഓവർകം ചെയ്യണം, അവർക്ക് എങ്ങനെ ഒരു അത് ഓവർകം ചെയ്ത് നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അവരെ ഒന്ന് റിലാക്സ് ചെയ്ത് കാമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ടിപ്സ് ആണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 11. ദെൻ സെക്ഷൻ 12 ആയിരുന്നു ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു അല്ലെ, ഫാമിലി മീറ്റപ്പ്. നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുടെ ഫാമിലീസിനെ മീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം അവരുടെ കൂടെ ആരാണുള്ളത്, അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളൊരു
40+ എന്താണ് ഓരോ ലേണേഴ്സിന്റെ പേരൻസിനെയും അല്ലെങ്കിൽ അവരുടെ അച്ഛനെയും അമ്മയും ആന്റിയും ഹസ്ബൻഡിനെയും വൈഫിനെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അവരെങ്ങനെ വന്നു, അല്ലെങ്കിൽ അവരുടെ എന്താ എങ്ങനെയാണ് അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വളരെ ഒരു എന്താ ലവബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 12 ഫാമിലി മീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതാണ് സെക്ഷൻ 13 ദ ഫൈനൽ സെലിബ്രേഷൻ. ഇത്രയും കഴിഞ്ഞു, ഇനി ഇത്രയും വന്നതിൽ നമ്മൾ ഇനി എന്തൊക്കെ എന്താ നമ്മളിൽ കൊണ്ടു അതല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ നമ്മൾ ഒരു ഓവറോൾ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇതിപ്പം. ഓരോ സെക്ഷനിലാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു, പല കാര്യങ്ങൾ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചു അല്ലെ. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്താണ്, ഇനി നമ്മൾ അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് നമ്മൾ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ച് ഇനി നമ്മൾ ബിസി ഷെഡ്യൂളിലേക്കാ പോവാം. പഠിക്കുന്നതും അസൈൻമെന്റും അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പം അതിനെല്ലാത്തിനുമായിട്ടുള്ള നമ്മുടെ ഒരു ഫൈനൽ സെലിബ്രേഷൻ ആണ് നമ്മുടെ സെക്ഷൻ 13 റാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഇതൊരു ഒരു വീഡിയോ മാത്രമല്ല, ഇതെന്താണ് നിങ്ങളുടെ പല മുഖങ്ങളും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സംസാരിച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് നിന്ന് ഷെയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ പല മുഖങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ കണ്ടു മറന്ന കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇതിനകത്ത് ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു ഓവറോൾ ഒരു കാര്യത്തെ എന്താണ് മൊത്തത്തിൽ പൊതിഞ്ഞ് തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം.
എല്ലാവരും അപ്പൊ വീഡിയോ കണ്ടല്ലോ. നമ്മുടെ ആ ലേൺ വൈസിന്റെ, അതായത് നമ്മുടെ ഓറിയന്റേഷന്റെ ആ ഒരു ജേണി എല്ലാവരും കണ്ടല്ലോ. ഓക്കെ. ഇപ്പൊ നിങ്ങള് നമ്മുടെ വീഡിയോ കണ്ടിരുന്നു. എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ഒരു വീഡിയോയിലായിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടല്ലേ. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വേർഡ്സ് എന്നാണ്. ഇപ്പം ഒരു ഇത്രയും കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ക്ലാസ്സസ് ആക്കി നമ്മുടെ സെക്ഷൻസ് അറ്റൻഡ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, അതാണ് നമുക്ക് മാറ്റേഴ്സ് ആയിട്ട് വരിക. കാരണം ഇതിൽ നമ്മൾ ഇനി എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എന്താ നിങ്ങളുടെ ഓരോ പോസിറ്റീവ് വേർഡ്സും ആണ് നമുക്ക് എന്താ നമ്മുടെ ഇവിടുത്തെ ഓരോ സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എന്താണ് ഓരോ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഓരോ വേർഡ്സ് ആണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോ വേർഡ്സും നമുക്ക് മാറ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ സെക്ഷൻസും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഇത്രയും നമ്മുടെ ജേർണിയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊരു ഫീഡ്ബാക്ക് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറയാം. അപ്പം ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 7 to 10 മിനിറ്റ്സിൽ എന്താണ് നമ്മൾ പറയാം. അതേപോലെ നമ്മളൊരു ഹോണസ്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് അതാണ് നമ്മൾ പറയേണ്ടത്. അതേപോലെ തന്നെ ഇതായിരിക്കും നമ്മുടെ എന്താ, ഇനിയിപ്പോ നിങ്ങൾ ഓരോ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഞങ്ങൾ അത്രയും മാറ്റേഴ്സ് ആയിട്ട്, നമ്മൾ അത്രയും പ്രിഷ്യസ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന കാര്യമാണ്. അപ്പം എന്താ ചെയ്യാ, നമുക്ക് നമ്മുടെ ഒരു ഫീഡ്ബാക്കിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. ഈ ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് നിങ്ങളുടെ ആ ഒരു സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തോട്ട്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളിലേക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായി എന്നുള്ളത് എന്താ ചെയ്യാ, ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്. സെക്ഷൻ കഴിയുമ്പോൾ അതാത് മെന്റേഴ്സ് അല്ലെങ്കിൽ SSC നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ലൈവ് ഫീഡ്ബാക്കിലേക്ക് പോകാം ട്ടോ. ഓക്കെ. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. ഇതില് എന്താ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ വേർഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ എന്താണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പൊ ഇത് എന്താ എഴുതാനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു 5 മിനിറ്റ്സ് മാക്സിമം എടുക്കുള്ളൂ. അപ്പം ഇത് ഓരോന്നും ഞങ്ങൾ എന്ത് ചെയ്യും, അത്രയും വാല്യൂ ആയിട്ട് ഞങ്ങൾ കെയർഫുള്ളി എല്ലാ റിവ്യൂസും അല്ലെങ്കിൽ എല്ലാ ഫീഡ്ബാക്കും ഞങ്ങൾ വായിക്കുന്നതായിരിക്കും. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് എടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ പേരാണ്, നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് എഴുതുക. ദെൻ നിങ്ങൾ ഏത് എന്താണ് എൻറോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഏതാണെന്നുള്ളത്, ബികോം ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത്, നമ്മൾ ബികോം അല്ലേ, അപ്പം അത് എഴുതുക. ദെൻ നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള മെന്റർ അല്ലെങ്കിൽ SSCയുടെ പേര് അത് എഴുതുക. ദെൻ നിങ്ങൾ ഓറിയന്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത്, ഓരോ എങ്ങനെയാണ് എന്നുള്ളത് എന്താണ് നിങ്ങൾ എഴുതുക. അത് ഏതോ പോസിറ്റീവോ നെഗറ്റീവ് എന്തായാലും നമ്മൾ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. ദെൻ നിങ്ങളുടെ സെഷൻ വൈസ് ഫീഡ്ബാക്ക് അത് ഓരോന്ന് റേറ്റ് ചെയ്യുക. ഫസ്റ്റ് സെക്ഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ വെരി ഹെൽപ്ഫുൾ, അത് തന്നെ മോഡറേറ്ററി. ചിലവർക്ക് ഇതൊന്നും വലിയ എന്താണ് എനിക്കറിയാം എന്നുള്ളതായിരിക്കാം. എന്ന് വെച്ചാൽ എനിക്കറിയാം, എനിക്കൊന്നും കൂടെ കളക്ട് ചെയ്തെടുത്താൽ മതി എന്നുള്ളതാകുമ്പോ ചിലപ്പോ എന്താ അവർക്ക് മോഡറേറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ ആദ്യം മുതൽ കേൾക്കുന്നതാണെന്നുള്ളവർക്ക് ചിലപ്പോൾ ഇത് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങളുടെ ഓരോ സെക്ഷൻ വൈസ് എന്ത് ചെയ്യാം, നമുക്ക് റാങ്ക് ചെയ്യാന്നുള്ളതാണ്. താഴോട്ട് വരുമ്പോ നിങ്ങൾ എന്താണ് ഏതൊക്കെ സെക്ഷൻസ്, താഴോട്ട് താഴോട്ട് വരുമ്പോ നിങ്ങൾ ഏതൊക്കെ ആക്ഷൻ ടാസ്ക് ഈച്ച് സെക്ഷനിലെ നമ്മൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മൾ ഓരോ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. മെന്റേഴ്സ് അല്ലെങ്കിൽ LSC സൈറ്റ്സ് തരുന്നുണ്ടാവും അല്ലെ. അത് നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. യെസ്, ഞാൻ എല്ലാം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ് കാരണം എന്താ ചിലതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ എന്താ ഐ ഡിഡ് സം ബട്ട് നോട്ട് ഓൾ എന്നുള്ളത്, അങ്ങനെ എന്ത് ചെയ്യുക, അത് എഴുതാം. ദെൻ നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് നിങ്ങളുടെ റിഫ്ലക്ട് അല്ലെങ്കിൽ ഗ്രോയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് എന്ത് ചെയ്യുക അതിൽ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പേഴ്സണലി ഇമ്പാക്ട്ഫുൾ ആയിട്ട് എന്താ തോന്നിയിട്ടുള്ള ഏത് ആക്ഷൻ ടാസ്ക് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. പിന്നെ എന്താണ് നമ്മുടെ മെന്റർ അല്ലെങ്കിൽ SSC ഈ ത്രൂ ഔട്ട് ആക്ടിവിറ്റീസിൽ നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്.
ദെൻ നിങ്ങളുടെ OP 10.0 നിങ്ങൾക്ക് കൂടുതൽ ഇഗ്നുവിനെ കുറിച്ച്, നിങ്ങളുടെ ഇഗ്നുവിന്റെ ജേണിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ജേണിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് തരാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് ആണ് എന്താണ് അവിടെ റേറ്റ് ചെയ്യേണ്ടത്. ദെൻ നിങ്ങളുടെ ഓവറോൾ നമ്മുടെ OP സെക്ഷന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുക, എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് എല്ലാം എന്താണ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇത്രയും സെക്ഷൻസ് വന്നതിൽ ഇനി എന്താണ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഇതായിട്ട് തോന്നിയത്, ഇത് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയത് ഏത് സെക്ഷനാണ്, അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ എഴുതുക. ഈ ഹോണസ്റ്റ് ആയിട്ട് തന്നെ എഴുതുക. നമ്മൾ അതെല്ലാം മാറ്റേഴ്സ് ചെയ്യുന്നതായിരിക്കും, വാല്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ വേർഡ്സ് ആണ് ഞങ്ങൾക്ക് എൻകറേജ്മെന്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇനി അടുത്ത ഓറിയന്റേഷൻ നിങ്ങൾ ഈ ത്രൂ ഔട്ട് ഓറിയന്റേഷൻ കണ്ടു, അല്ലെങ്കിൽ ഇതങ്ങ് കുറച്ചും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് എന്താ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും എലമെന്റ്സോ ഐഡിയാസോ സജഷൻസോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ കൊടുക്കാം. കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം സബ്മിറ്റ് ആവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഒരു റിയൽ ആയിട്ടുള്ള നമ്മുടെ സെക്ഷൻ എന്താണ് ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് പോകാം. ഇതില് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോസ് ഓൺ ചെയ്യുക. വീഡിയോസ് ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളുടെ വേർഡ്സിലായിട്ട് ലൈവായിട്ട് നിങ്ങളുടെ വേർഡ്സിലായിട്ട് നമ്മുടെ അടുത്ത് കൺവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ആരാണ് ആദ്യം പറയുന്നുണ്ടാവുക? എന്റെ പേര് അല്ലെന്നാണ്. ആ ഞാൻ ബികോം പഠിക്കുന്നത്. ഞാൻ ഈ വർക്കും എല്ലാം കൂടി ഒന്നിച്ചാണ് കൊണ്ടുവന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഓരോ ക്ലാസ് മൂലം എനിക്ക് കുറച്ചും കൂടി പഠിക്കാനും ഒരു സപ്പോർട്ടിന് ഒരാളെന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. തോന്നൽ മാത്രമല്ല, അത് പ്രാക്ടിക്കലായിട്ടും അതുണ്ടാവുന്ന എനിക്ക് ഓരോ ക്ലാസ്സിൽ ലിങ്ക് അയക്കുമ്പോൾ ലിങ്ക് ഓപ്പൺ ആയി ക്ലാസ്സിൽ കയറി എന്നുള്ള ഒരു മൂഡിൽ തന്നെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ ഞാൻ മെന്റർ ഇല്ലാതെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു മെന്റർ കിട്ടിയാൽ നല്ലതായിരിക്കും എന്നൊരു ചിന്ത വരെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു അലൻ. എന്റെ പേര് ഷാന. ഞാൻ ലാംഗ്വേജിനെ കുറിച്ച് അറിഞ്ഞത് പിന്നെ വിചാരിച്ചിട്ടില്ല ഇത്രക്കു. ഓൺലൈനാന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും വിചാരിക്കുക കൂടുതൽ ഇങ്ങനെ കാര്യങ്ങളുടെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല എന്നായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ അടിപൊളിയായിട്ട് കുറെ ക്ലാസ്സിലും കണ്ട്. ഞാൻ വിചാരിച്ചത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓൺലൈന് പഠിക്കുക കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോ എനിക്കിത് കേട്ടപ്പോ എല്ലാ കാര്യങ്ങളും കേട്ടപ്പോ തോന്നി എടുത്തത് ഏറ്റവും നല്ല തീരുമാനമായി എന്നുള്ളത്. കാരണം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇതുണ്ടാവുന്നു, അല്ലെങ്കിൽ ഇത്രക്കും അടിപൊളി ആയിരിക്കും വിചാരിച്ചിട്ടില്ല. അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇതില് കയറിയതില്, എത്തിപ്പെട്ടതില്. ഇപ്പൊ എന്താ പറയാ, എല്ലാ ക്ലാസ്സും അടിപൊളിയാണ്. എങ്ങനെയാണ് ലേൺ വൈസ് എന്താണ് എന്നുള്ളതും എല്ലാം ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ മനസ്സിലായി. പിന്നെ ഈ ബികോം എടുത്തപ്പോ എന്റെ ഇത്താത്ത ഓൾറെഡി ബികോം എടുത്തിട്ട് കുറെ എഴുതിയതാ. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓള് പറഞ്ഞോട്, ഞാൻ ഇതിനെ ബികോം എടുക്കുന്നേ ടഫായിരിക്കും, നീ ചെയ്യാൻ നിൽക്കണ്ട, അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ആവുമായിരിക്കും വിചാരിച്ചിട്ട് എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എന്നെ കൊണ്ട് ആവുമോ, എനിക്ക് പറ്റുമോ എന്നുള്ളത് തോന്നി. പക്ഷെ ക്ലാസ് കണ്ടപ്പോ എനിക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റുമായിരിക്കും, ആവും. എന്തായാലും ചേർന്നതിന് ഫുള്ളാക്കിട്ട് തന്നെ നോക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലെത്തി. അപ്പോ എല്ലാം കൊണ്ട് അടിപൊളിയാന്ന് മനസ്സിലായി. ഓക്കെ, താങ്ക് യു ഷാന. എന്റെ പേര് റിജൻ. അപ്പൊ മിക്ക ഓൺലൈൻ ക്ലാസ് എന്താ വെച്ചാല് നമുക്ക് ക്ലാസ് അത്രയും പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഓറിയന്റേഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫാമിലി ആയിട്ട് വന്നത് അതിനും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഫാമിലി മീറ്റിംഗ് അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അത്യാവശ്യം ഇങ്ങനെ ലൈൻ വൈസ് ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലരും ജോലിക്ക് പോണതും ഇതാണ്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ജോലിയില്ല, വീട്ടിലിരിക്കുന്നത്. എന്നാലും മൊത്തത്തോടെ പറഞ്ഞാണ് നല്ല ഇതാണ്. ലേൺ വൈസ് ചൂസ് ചെയ്തത് ഞാൻ ഒരു യൂട്യൂബിൽ ആഡ് വഴിയാണ് ഞാൻ കണ്ട് ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഓൺലൈൻ എടുത്തത്, ഞാൻ ഓൾറെഡി ഏനപ്പോയ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി 1 ഇയർ ബികോം ഓൾറെഡി ഓൺലൈൻ എടുത്തിരുന്നു. അത് ഞാൻ പതിയെ പല കാരണങ്ങളാൽ എനിക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഒരു 1 ഇയറോളം, പ്ലസ് ടു കഴിഞ്ഞിട്ട് 1 ഇയറോളം എനിക്കൊരു ഗ്യാപ്പ് വന്നു. ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ CMA USA ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ CMAയുടെ ഒരു ക്രൈറ്റീരിയയിലൊന്നാണ് ഡിഗ്രി എന്നുള്ളത്. അപ്പോ
ഞാൻ ബയോളജി ആയിരുന്നു, +2 ബയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ട് കൊമേഴ്സ് ഫീൽഡിലേക്ക് വന്നതിൽ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്കൊരു സപ്പോർട്ട് എന്തായാലും ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് മെന്റർഷിപ്പ് വിത്ത് മെന്റർ എടുക്കുന്നത് ലേൺ വൈസിൽ. അങ്ങനെ യൂണിവേഴ്സിറ്റീസ് ഞാൻ പല രീതിയിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇഗ്നോ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അതേപോലെ തന്നെ IMA അപ്രൂവ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, ഡിസ്റ്റൻസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇഗ്നോ ചൂസ് ചെയ്തു. പിന്നെ എനിക്ക് 2 ഇതാണ് വരുന്നത്. IMAയുടേതായതുകൊണ്ട് IFRS-ഉം അതേപോലെ തന്നെ US ഗ്യാപ്പും ആണ് എനിക്ക് അവിടെ വരുന്നത്, ലോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇന്ത്യൻ ഇതിലേക്ക് വരുമ്പോഴത്തേനും വരുന്നുണ്ട്. അങ്ങനെ വിത്ത് മെന്റർ എടുത്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ലേൺ വൈസ് ചൂസ് ചെയ്തിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ക്ലാസ് കാര്യങ്ങളൊക്കെ എനിക്ക് 2-3 ക്ലാസ്സുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇതുവരെ. ഞാൻ ഇതുവരെ അതിലേക്ക് ഇരുന്നിട്ടും ഇല്ല. പക്ഷെ ആ 2-3 ക്ലാസ്സുകൾ കേട്ടതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മെന്ററിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ, ഗായത്രി മാമാണ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇനി ക്ലാസ് കണ്ടു തുടങ്ങണം, പഠിക്കണം. മാം ലേൺ വൈസിലൂടെ ചേർന്നത് ഹസ്ബൻഡ് വഴിയാണ് പറഞ്ഞിട്ടാണ് ചേർന്നത്. അങ്ങനെ മെന്റർഷിപ്പോട് കൂടി ജോയിൻ ചെയ്തു. ഇപ്പൊ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓറിയന്റേഷൻ ക്ലാസ് ഫുള്ള് അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ലോജിഷ മാം നല്ല സപ്പോർട്ടീവ് ആണ്. ആഴ്ചയിൽ വീക്ക്ലി കോള് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇതാക്കി. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ പഠിച്ച് ഞാൻ കാരണം സയൻസ് ഫീൽഡായത് കാരണം ഞാൻ ബികോമിക്ക് വന്നത് കാരണം കുറെ ഡിഫറെന്റ് ആണ്. എൻ്റർലി ഡിഫറെന്റ് ആണ് നല്ലോണം സയൻസ് ഫീൽഡിൽ നിന്ന് കൊമേഴ്സ് ഫീൽഡിലേക്ക് വന്ന സമയത്ത്. ഇപ്പൊ പതിയെ പഠിച്ച് വരുന്നുണ്ട്. പിന്നെ ഓറിയന്റേഷൻ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലേൺ വൈസ് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോജിഷ മാം നല്ല സപ്പോർട്ടിംഗ് ആണ്. ചീറപ്പാവണം എന്നൊക്കെ പറഞ്ഞ് നല്ലോണം വീക്ക്ലി കോളിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായി പോകുന്നുണ്ട് മാം. ലേൺ വൈസ് എന്തായാലും നല്ല ഇതാണ്. മാം ഞാൻ എല്ലാ ഓറിയന്റേഷനിലും കയറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യമൊന്നും ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സാണ് പറഞ്ഞു തന്നത്. പിന്നെ എനിക്ക് ഓൺലൈനിന് ഒരു പേടിയുണ്ടായിരുന്നു, ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ, മനസ്സിലാവൂ എന്നൊക്കെ. അപ്പം വീട്ടുകാരാണ് പിന്നെ അങ്ങനെ ഇതിലോട്ടാക്കിയത്. പിന്നെ ഇപ്പോഴും ഞാൻ എല്ലാ അറ്റൻഡ് ചെയ്യും, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ എല്ലാം മനസ്സിലാവും. പിന്നെ ലോജിഷ മാം എല്ലാ അപ്പപ്പ വീക്ക്ലി കോൾ ചെയ്ത് എല്ലാം മനസ്സിലായോ എന്നൊക്കെ, ഏതൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പം മാം നല്ല സപ്പോർട്ടാണ്. എനിക്ക് ലേൺ വൈസ് നല്ലൊരു ഇതാണ്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു അബ്രാമി. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ജിയോയില് ടെലികോളറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അത് മാത്രം പോരാന്ന് വെച്ചിട്ടാണ് എനിക്ക് ഡിഗ്രിയും കൂടി വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ബികോം ചൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഇഗ്നോയുടെ ഈ ആഡ് കാണുന്നത്, ലേൺ വൈസിന്റെ. അത് വെച്ചിട്ട് ആലിയ മാമിനെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത് അതില്. എന്നിട്ട് ഇപ്പം മെന്ററിനെയൊക്കെ വെച്ചിട്ട് ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. എൻ്റെ മെന്റർ ലോജിഷ മാമാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാ വീക്കിലി വിളിക്കുന്നുണ്ട്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും. പിന്നെ ഇതിൽ വരുന്ന ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എടുക്കുന്നതായാലും നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പം തന്നെ അത് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ എല്ലാ ഓറിയന്റേഷനും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ റെക്കോർഡ്സ് കാണണം. പിന്നെ കണ്ടതൊക്കെ ഞാൻ ആക്ഷൻ ടാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ വരുന്ന ആക്ഷൻ ടാസ്ക് ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. എല്ലാം കൊണ്ടും നല്ലതാണ് ലേൺ വൈസ്. ഞാൻ ഇന്ന് തന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് വരാൻ വിചാരിച്ചതല്ല, പക്ഷെ ഇന്ന് ലാസ്റ്റ് ആണല്ലോ, എന്തായാലും കാണണം എന്ന് വെച്ചിട്ട് വന്നതാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാഹിദ. എന്റെ ഹലോ. പേരൻസ് ആണ് ലേൺ വൈസിനെ പറ്റി കണ്ടിട്ട് എന്നെ ഇതിൽ ചേർത്തത്. എനിക്ക് ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഗായത്രി മിസ് വിളിച്ച് എല്ലാം തിരക്കുന്നുണ്ട് വീക്ക്ലി കോളില്. ഓക്കെ, അത്രേ ഉള്ളോ? ഓക്കെ ഓക്കെ. ലേൺ വൈസ് ഫാമിലിയെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ, താങ്ക് യു. കേൾക്കാം, പറഞ്ഞോളൂ. മാം, ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടായിരുന്നു ഇങ്ങനെ ലേൺ വൈസിനെ കുറിച്ച്.
ആ അപ്പോൾ ഞാൻ CMA ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോഴാണ് സാർ പറഞ്ഞത് ഒരു ഡിഗ്രീൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെയാണ് IGNOU ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് ഇല്ലാതെ എന്തായാലും പാസ്സാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മെൻറ്റർഷിപ്പോടെ ഞാൻ ഈ ലേൺ വോയ്സിൽ ജോയിൻ ചെയ്തത്. ലോജിഷ മാമാണ് എൻ്റെ മെൻറ്റർ. ലോജിഷ മാം അടിപൊളിയാണ്, എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ പിന്നെ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ക്ലാസ്സൊക്കെ കേൾക്കാനൊക്കെ ഒരു ഇതാണ്, ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ പേര് ഷിമ എന്നാണ്. ഞാനിപ്പോ BCom ആണ്. ഞാൻ ആക്ച്വലി ഞാൻ ഓൺലൈനിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അതായത് പോയിട്ട് കോളേജിലൊക്കെ പോയി പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ പാരൻസ് ഇവിടെ അബ്രോഡ് സെറ്റിൽ ആയത് കാരണം അങ്ങനെ ജോയിൻ ചെയ്തതാണ്. പിന്നെ എൻ്റെ മെൻറ്റർ ദുർഗ മാം ആണ്. അപ്പൊ മാം ഇങ്ങനെ കോളൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ ഓരോ വ്യക്തിയും പറയും. അപ്പൊ പിന്നെ ഓറിയന്റേഷൻ സെക്ഷനൊക്കെ കണ്ട് പഠിക്കാൻ കഴിയുമെന്നും അറിയില്ലായിരുന്നു, ഓൺലൈനിലായതുകൊണ്ട് തന്നെ. പിന്നെ ഓറിയന്റേഷൻ സെക്ഷനൊക്കെ കണ്ടുകൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ കഴിയട്ടെ. എൻ്റെ പേര് തസ്നി. ഞാൻ ലേൺ വൈസ് കുറിച്ച് അറിയുന്നത് ആദ്യം IGNOUനെ കുറിച്ച് സെർച്ച് ചെയ്ത് വന്നപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സസ് അബൈ സാറിന്റെ ഓരോ ഇതൊക്കെ കണ്ടാണ് ഞാൻ ലേൺ വൈസിലേക്ക് വരുന്നത്. ഞാൻ വിത്തൗട്ട് മെൻറ്ററാണ് ആദ്യം ചൂസ് ചെയ്തിരുന്നത്. ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ഒരു വിത്ത് മെൻറ്റർ തന്നെ എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വിത്ത് മെൻറ്ററിലേക്ക് മാറി. ഇപ്പോൾ ദർശന മാമാണ് എൻ്റെ മെൻറ്റർ. ലേൺ വൈസ് വളരെ നല്ല ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഒരു 14 ക്ലാസ്സോളം ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ കണ്ടു. അതൊക്കെ എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. ഇനി തുടർന്നും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. താങ്ക് യു. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ട് കയറിയതാണ്. ഞാൻ വിത്തൗട്ട് മെൻറ്ററാണ് എടുത്തത്. ക്ലാസ് ഒന്നും കുഴപ്പമില്ല കേട്ടിട്ട്. പിന്നെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് സെക്കൻഡ് ഇയർ തൊട്ട് വിത്ത് മെൻറ്റർ ആക്കണമെങ്കിൽ എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഓറിയന്റേഷൻ സെക്ഷൻസ് ഒക്കെ ഓറിയന്റേഷൻസൊക്കെ ഓക്കെ ആണ്. കുറെ അറ്റൻഡ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗായത്രി മാമിന്റെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് നല്ലൊരു അനുഭവമാണ് ശരിക്കും. ഞാനും ഇതേപോലെ ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്യാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തത്. എനിക്ക് ഈ ഓറിയന്റേഷൻ സെക്ഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ ക്ലാസ്സുകളാണെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തു പഠിക്കാനൊക്കെ. അത്യാവശ്യം നല്ലൊരു അനുഭവം തന്നെയാണ്. ശരിക്കും ലേൺ വൈസ് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ലതാണ്. താങ്ക് യു ലേൺ വൈസ്. ഇപ്പൊ നമ്മുടെ നമുക്ക് വിന്നേഴ്സിലേക്ക് പോയാലോ? അപ്പം ആദ്യമേ ഒരു കാര്യം പറയാം. ഇതില് എല്ലാവരും വിന്നേഴ്സ് ആണ്. ഇന്ന ആള് എന്നില്ല. ഇപ്പം നമ്മുടെ ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓരോരുത്തരും വിന്നേഴ്സ് ആണ്. പിന്നെ ചില ക്രൈറ്റീരിയാസിന്റെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മളിപ്പം 3 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്ന് വെച്ചാല് റെഗുലർ ആയിട്ട് ഓറിയന്റേഷന് കയറുക, ആക്ഷൻ ടാസ്ക് തരുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം തരുന്നതിൽ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു വിന്നേഴ്സിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ വിന്നേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പം വിന്നേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് പെർഫോമൻസ് ഫസ്റ്റ് റിജിൻ ആണ്. നമ്മുടെ ദുർഗ മാമിന്റെ സ്റ്റുഡന്റ് ആണ്. ആള് 100-ല് 76 പോയിന്റ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്ലേസ് റിജിൻ ആണ് കേട്ടോ. പിന്നെ സെക്കൻഡ് തസ്നി, അത് ഫാത്തിമത്ത് സുഹറയുടെ സ്റ്റുഡന്റ് ആണ്. അത് 65.5% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് പ്ലസ് അഫ്സത്ത് സഫ്ന, അതും ലോജിഷ മാമിന്റെ സ്റ്റുഡന്റ് ആണ്. 57.5 മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം വിന്നേഴ്സിന് കൺഗ്രാറ്റുലേഷൻസ്.
അപ്പം ഇതിൽ ഇല്ലാത്ത ബാക്കി എല്ലാവരും തന്നെ എന്താണ് വിന്നേഴ്സ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ക്രൈറ്റീരിയ ബേസ് ചെയ്ത് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. വിന്നേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വിത്തൗട്ട് മെന്റർ ആയിരുന്നു, എന്നിട്ട് മെന്റർ ആക്കിയതാണെന്ന് പറഞ്ഞല്ലോ. എന്റെ വിത്തൗട്ട് മെന്ററിലെ LSC ആയിരുന്നു ഫാത്തിമ സുഹറ മാം. വളരെ സപ്പോർട്ടായിരുന്നു. അഡ്മിഷൻ എടുക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആളാണ്. ഇപ്പോ വിന്നർ ആയത് ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് ഇനി എന്താ പറയാനുള്ളത്? സന്തോഷമുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് അടിക്കുമെന്ന് എല്ലാ ദിവസവും ഫോം അയച്ചാലും അപ്പൊ ടീച്ചർ അയച്ചാല് വിളിക്കുമ്പോ എന്റെ മിസ് ദുർഗാ മിസ്സാണ്. അപ്പൊ എല്ലാ ആഴ്ചയിലും വിളിച്ചിട്ട് ഇനി പഠിക്കണണ്ട, എങ്ങനെയാണ് മനസ്സിലാവാത്ത ഏതൊക്കെ ഉണ്ടാന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഫോം എല്ലാം ഫില്ല് ചെയ്യണണ്ട എന്നൊക്കെ ചോദിക്കും. എന്തായാലും സന്തോഷമുണ്ട്. താങ്ക് യു ലേൺവൈസ്. ഓക്കെ, അപ്പം ഇനി എന്താണ് ഇതിലിപ്പം അടുത്ത ഇനി നമുക്ക് ഓരോ സെക്ഷൻസ് പല പല എന്താണ് പ്രോഗ്രാംസ് ഇനിയും ഉണ്ടാവും. അതിൽ നമ്മൾ ഇനിയും ഓരോ മത്സരങ്ങൾ വെക്കും. ഇനിയും വിന്നേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുവരും. അപ്പം ഓരോരുത്തരും എന്ത് ചെയ്യാം, മാക്സിമം അതിലെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നാളെ വരുന്ന ഓരോ സെക്ഷനിലും നിങ്ങളിൽ ഓരോരുത്തരും തന്നെ ആയിരിക്കും ഇനി വിന്നേഴ്സ് ആയിട്ട് വരാം. അപ്പൊ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോയാലോ? ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ആയിട്ടൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാല് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് തന്നെ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ത്രൂ ഔട്ട് ഈ ഒരു നിങ്ങളുടെ ഒരു ഇഗ്നു ജേർണിയിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ എടുത്ത തൊട്ട് മൊത്തത്തിലുള്ളത് നിങ്ങളിപ്പം പല രീതിയിൽ നിങ്ങളുടെ മെന്റേഴ്സ് വഴിയും LSC വഴിയും നമ്മുടെ ഓറിയന്റേഷൻ വഴിയും മൊത്തം നിങ്ങൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ഇനി ഒരു ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങളെ ഇഗ്നു ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലേൺവൈസിൽ എന്തൊക്കെ ടൂൾ ഉപയോഗിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോവുക, ലൈക്ക് നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ പോലെ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ഒരു ഓൺലൈൻ അസസ്മെന്റ് ഫോം നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ SSC നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾ എന്താ ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഒരു അതിലൊരു ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയില്ല, ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ LSCയോടോ മെന്ററിനോടോ ചോദിക്കാം. അപ്പം അതും എന്ത് ചെയ്യും, അവിടെ ആ ഡൗട്ടും ക്ലിയർ ചെയ്ത് നിങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ഒരു 100% കോൺഫിഡൻസോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ അസസ്മെന്റ് ഫോം ആണുള്ളത്. അപ്പം അത് എന്ത് ചെയ്യുക, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫില്ല് ചെയ്യുക. ഓക്കെ, ആ ഫോം ഒന്ന് ഓവറോൾ കാണിക്കാനായിട്ട് ലൗദിഷ മാമിനെ ഇൻവൈറ്റ്. അപ്പം ഇതാണ് നിങ്ങളുടെ ഓൺലൈൻ അസസ്മെന്റ് ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഒരു പ്രഷറും ഉപയോഗിക്കേണ്ട. നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഉള്ളിലുള്ളത് അത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇതില് ആൻസേഴ്സ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പം ഇതൊരു 10-15-20 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആയിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് കറക്റ്റ് ആയിട്ട് ആ ആൻസേഴ്സ് എഴുതാന്നുള്ളതാണ് കേട്ടോ. ആദ്യം എപ്പോഴത്തെയും പോലെ എന്ത് ചെയ്യുക, നമ്മുടെ ഫുൾ നെയിം എഴുതുക, നമ്മുടെ എന്താണ് എൻറോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്നുള്ളത് എഴുതുക, പിന്നെ അസൈൻഡ് ആയിട്ടുള്ള മെന്റർ അല്ലെങ്കിൽ SSCയുടെ നെയിം എഴുതുക. പിന്നെ ഇഗ്നു എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണോ, ഹിന്ദു യൂണിവേഴ്സിറ്റി ആണോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണോ, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ? നിങ്ങൾക്ക് നമ്മുടെ ഒരു സെക്ഷൻ 2 ഉണ്ടായിരുന്നു അല്ലെ, ഇഗ്നുവിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഗ്നു എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. അപ്പം അത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാ, നിങ്ങളുടെ എഴുതുക. ദെൻ കറണ്ട് നാക് സ്റ്റാറ്റസ് എന്നുള്ളത് എന്ത് ചെയ്യാ, ഇതിനകത്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ഇതിന്റെ വെയിറ്റേജ് എന്താണെന്നുള്ളത് നമ്മളും നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അസൈൻമെന്റിന് എത്ര വെയിറ്റേജ് ആണ്, നമ്മുടെ എക്സാമിന് എത്ര വെയിറ്റേജ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കുക. ദെൻ
നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളെ രജിസ്ട്രേഷൻ ഫോം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും എന്താണ് ചെയ്തിരുന്ന കാര്യം എന്താണെന്നുള്ളത്, ഇത് മസ്റ്റായിട്ടും വേണം എന്ന് പറഞ്ഞ് പല എന്താ എസിമാരും അല്ലെങ്കിൽ മെന്റേഴ്സും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ ഇത് എടുത്തിരിക്കണം എന്നുള്ളത്. അത് ഏത് ആണെന്നുള്ളത് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇതിലിപ്പോ 2 എണ്ണം ഉണ്ട് 3 എണ്ണം ഉണ്ടെങ്കിൽ അത് 2 3 ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക കേട്ടോ. ദെൻ നിങ്ങൾ ഒഫീഷ്യൽ പോർട്ടൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള നമ്മുടെ ഒഫീഷ്യൽ പോർട്ടൽ ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് എന്താണെന്ന്, ഗ്രേഡ് കാർഡിൽ എന്തൊക്കെ ഷോ ചെയ്യുന്നു എന്നുള്ളത്, ഇത് നമ്മുടെ ഇഗ്നോന്റെ ഇതിനകത്ത് നമ്മുടെ റഹീസ് സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രേഡ് കാർഡിനകത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് ഷോ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇഗ്നു വർഷത്തിൽ എത്ര തവണയാണ് നമ്മുടെ എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ളത്, അത് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ദെൻ നമ്മുടെ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം, ഇഗ്നു ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഗ്രേഡിംഗ് സിസ്റ്റം ഏതാണ് എന്നുള്ളത് കൊടുക്കുക. ഇതൊക്കെ സാവധാനം നിങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. അതെല്ലാം കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ റീകളക്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓർമ്മ എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു സോഴ്സ്, നമ്മുടെ നോളജ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് വരും. പിന്നെ നമ്മുടെ ഇഗ്നുവിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ തന്നെ ഇഗ്നുവിന്റെ ക്രെഡിറ്റ് റിക്വയർ ചെയ്യുന്ന സ്ട്രക്ചർ എന്താണെന്നുള്ളത്. ദെൻ എന്താണ് ഒരു എക്സാമിനേഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ ഹോൾ ടിക്കറ്റിന്റെ കൂടെ എന്താണ് ഒരു സ്റ്റുഡന്റ് മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ് അതെന്താണെന്നുള്ളത്. പിന്നെ എന്താണ് നമ്മുടെ ഇഗ്നൂന്ന് പ്രസിഡന്റിന് ഗോൾഡ് മെഡൽ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് എലിജിബിൾ ആണ് വേണ്ടതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ ഇഗ്നു അസൈൻമെന്റ്സിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഹോൾ ടിക്കറ്റ് ജനറലി റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്, അതുപോലെ നമ്മുടെ എക്സാം സെന്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു വീഡിയോ ഹാങ് ആകുവാണെങ്കിൽ, വീഡിയോ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. ഇപ്പൊ ചിലവർക്ക് അറിയായിരിക്കും, ബഗ്സോ അല്ലെങ്കിൽ ഹാങ്സോ എന്തെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതെന്താണെന്നുള്ളത്, എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ നിങ്ങളുടെ ഒരു സ്മാർട്ടർ ഗോൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എഴുതുക. പിന്നെ ലീഡ് വേഴ്സസ് ലാഗ് മെഷേഴ്സ് എന്താണെന്നുള്ളത്. പിന്നെ ടൈനി ഐഡന്റിഫൈ ബേസ്ഡ് ഹാബിറ്റ്, നിങ്ങളുടെ ഒരു ബിസി വീക്കില് നിങ്ങൾ എന്താണ് ഒരു ഹാബിറ്റ് ആയിട്ട്, ഒരു ടൈനി ഹാബിറ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ഒരു എക്സാമ്പിൾ ഇതിൽ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ഇത് സമയം എടുത്ത് ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുത്ത് 20 മിനിറ്റ് എടുത്ത് കൃത്യമായിട്ട് വായിച്ചിട്ട് നോക്കി എന്ത് ചെയ്യുക, സാവധാനം ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ സെഷന്റെ അവസാന ഭാഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ, അതായത് ഇന്നത്തെ ഈ OP 10.0യുടെ 13th സെക്ഷനിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ലേൺ വൈസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസം ഓരോ ആക്ഷൻ ടാസ്ക് ആയിട്ടും ഓരോരോ പോസ്റ്റേഴ്സ് ആയിട്ടും എല്ലാ മെന്റേഴ്സും LSCയും നിങ്ങളുടെ ഓരോരോ ഇൻഡിവിജ്വൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, അതായത് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ഓരോരോ സെഷൻ നടക്കുന്നതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പോസ്റ്റർ അവഗണിക്കാം, അല്ലെങ്കിൽ ആ സെഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് വേണ്ടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും വാല്യുബിൾ ടൈമും ഈ സെഷന് വേണ്ടി നീക്കി വെച്ചവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ ലേൺ വൈസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ OP 10.0 നമ്മുടെ ഈ ഓറിയന്റേഷൻ ജേർണി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഓറിയന്റേഷൻ മാത്രമാണ് അവസാനിക്കുന്നത്, പക്ഷെ നമ്മളുടെ യാത്ര ഇവിടെ തുടരുകയാണ്. ഇഗ്നോടെ നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മളൊരു ഡിഗ്രി നേടുക, അതുപോലെ തന്നെ ഒരു PG നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല, നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പൊ നമുക്ക് ഈ യാത്രയിൽ
പല കഠിനമായ പാതകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതായത് നമുക്ക് ടൈമിന്റെ പ്രശ്നം, അതുപോലെ തന്നെ പറഞ്ഞ ടൈമിൽ ലെസൺ തീർക്കാതെ വരുന്ന ഒരു അവസ്ഥ, അങ്ങനെ പല അവസ്ഥകളും നമുക്ക് ഉണ്ടാവും. പക്ഷെ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ ലേൺ വൈസിന്റെ ഫാമിലി മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടാതെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് എന്നും ഒരു താങ്ങായും തണലായും നിങ്ങളുടെ ത്രൂ ഔട്ട് ദ ജേണി ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അതായത് ലേൺ വൈസ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ഒരു വാഗ്ദാനാണ്. അപ്പം 10.0 അതായത് OP 10.0 ഔദ്യോഗികമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും ശക്തിയോടെ മുന്നോട്ട് പോവുക, ശ്രദ്ധയോടെ പഠിക്കുക. അപ്പൊ നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉയരരുത്, നിങ്ങളുടെ കൂടെയുള്ളവരെ കൂടി നിങ്ങൾ ഒപ്പം ചേർക്കുക. അപ്പം നമുക്കിനി ഓരോരോ അതായത് ജേണിയിലൂടെ നമുക്കിങ്ങനെ കാണാം. നമ്മൾ ആരും ഇവിടെ വേർപിരിയുന്ന ഒന്നുമില്ല. കാരണം നമ്മൾ ഇനി ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുന്നേറുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ലേൺ വൈസ് ടീമിന്റെ വക ഏറ്റവും വലിയൊരു നന്ദി അറിയിക്കുന്നു.